ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെയും വിശ്വാസത്തെയും തരാതരം പോലെ ഉപയോഗിച്ച് തള്ളുന്ന കാര്യത്തിൽ കോൺഗ്രസും LDFും ഒറ്റക്കെട്ടാണ്. ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട്. അതായത് ഒരു വശത്ത് കേവലം അധികാരവും വോട്ടും മാത്രം ലക്ഷ്യമിട്ട് സതീശനും കൂട്ടരും നടത്തുന്ന തുല്യതയില്ലാത്ത ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം, മറുവശത്ത് ഭൂരിപക്ഷ സമുദായത്തെ വിഡ്ഢികളാക്കാൻ നെറ്റിയിൽ കൊറിയും തൊട്ട് അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടത്തുന്ന വ്യാജ മതേതരത്വ അഭ്യാസങ്ങൾ. എന്തിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോരോ വേഷം കിട്ടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഉത്തരം BJP എന്നാണ്. അധികാരത്തിലേറിയത് മുതൽ മുഖ്യമന്ത്രി VD സതീശൻ കാണിക്കുന്ന പ്രധാനപ്പെട്ട അഭ്യാസം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സ്വന്തം സ്വാർത്ഥ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഭരണകസേര ഉറപ്പിക്കാൻ വേണ്ടിയും മാത്രം അമ്പലങ്ങളിൽ പോവുക. പട്ടും വളയും സമർപ്പിക്കുന്നു, നെറ്റിയിൽ കുറിയിടുന്നു, വാവ് ബലിയിടുന്നു. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന് അർഹമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ നൽകേണ്ടി വരുമ്പോഴോ അപ്പോൾ ഉടൻ തന്നെ സതീശൻ സ്വന്തം മുന്നണിയിലെയും വോട്ട് ബാങ്കുകളിലെയും ശക്തികളെ പേടിച്ച് പിന്നാക്കമോടും. ഒരു വശത്ത് ഭരണത്തണലിലിരുന്ന് ഇത്തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തുള്ള LDF ഇതിനെ മൃദു ഹിന്ദുത്വം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. സതീശൻ ചെയ്യുന്നത് ഹിന്ദു വിശ്വാസികളെയും ആചാരങ്ങളെയും കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി ഉപയോഗിക്കൽ മാത്രമാണ്. സ്വന്തം വിശ്വാസത്തിൽ പോലും ആർജവത്തോടെ ഉറച്ചു നിൽക്കാൻ ധൈര്യമില്ലാത്തൊരു നേതാവ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നേർവഴിക്ക് നയിക്കുക? പ്രതിപക്ഷമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ കാര്യത്തിലാണ്. ക്ഷേത്രകാര്യങ്ങളിലോ ഹിന്ദു ആചാരങ്ങളിലോ വല്ല വിഷയവും നടന്ന ഉടനടി സതീശനെ മൃദു ഹിന്ദുത്വവാദി എന്ന് വിളിച്ച് LDF ആഞ്ഞടിക്കുന്നു. എന്നാൽ തീവ്രവാദ ശക്തികൾക്ക് തണലൊരുക്കുന്ന കാര്യത്തിലോ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി അനർഹമായ ആനുകൂല്യങ്ങളും പദവികളും വാരിക്കോരി കൊടുക്കുന്ന കാര്യത്തിലോ വരുമ്പോൾ കോൺഗ്രസും LDFും ഒരുപോലെ മൗനം പാലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ സതീശനും മിണ്ടില്ല, പ്രതിപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടുന്നില്ല. ഇരു കൂട്ടരും ഒരേ സ്വരത്തിൽ പരസ്പരം സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇടതുപക്ഷം ഭരണത്തിലായാലും കോൺഗ്രസ് ഭരണത്തിലായാലും ഈ നാടകം ഇവിടെ തുടരുകയാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെയും ആത്മാഭിമാനത്തെയും ചവിട്ടി മെതിച്ച് കേവലം ഒരു വോട്ട് ബാങ്കിന് മുന്നിൽ മുട്ടുകുത്താൻ ഭരണപക്ഷമായി കോൺഗ്രസും പ്രതിപക്ഷമായി LDFും മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹിന്ദുക്കൾ രണ്ടാം തരം പൗരന്മാരാകുന്ന തരത്തിലുള്ള നയങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒത്തുകളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർഷങ്ങളായി കേരളം മാറി മാറി ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എന്താണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഒരുപാട് കടം. പിന്നെ ഇടതുപക്ഷം പരസ്യമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അന്ധവിശ്വാസം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഉള്ളിൽ അതേ വിരുദ്ധ നിലപാട് വെച്ച് പുലർത്തി പുറത്ത് ഭക്തി നടിക്കുന്നു. കർക്കിടക ബലിയും ക്ഷേത്ര ദർശനവും കേവലം ഫോട്ടോകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന VD സതീശൻ ഭരണഘടന നൽകുന്ന സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തികഞ്ഞ വിരോധാഭാസമാണ്. മതേതരത്വത്തിന്റെ പേരിൽ വോട്ട് ബാങ്കുകൾക്ക് മുന്നിൽ നട്ടല് വളയ്ക്കുന്ന ഭരണപക്ഷവും അതിന് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും ചേർന്ന് കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറയെ തന്നെ തകർക്കുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കാനോ വിശ്വാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനോ ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ മാസങ്ങൾ കൊണ്ട് തന്നെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അഥവാ NDAക്കും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരണം വളരെ വ്യക്തമാണ്, നിലപാടുകളിലെ ആർജവവും വ്യക്തതയുമാണ്. BJP അനാവശ്യമായി വോട്ട് ബാങ്കുകൾക്ക് മുന്നിൽ തലകുനിക്കാറില്ല, ആരെയും പ്രീണിപ്പിക്കാറില്ല. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന യഥാർത്ഥ ഭാരതീയ മതേതരത്വമാണ് BJP ഉയർത്തിപ്പിടിക്കാറുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. VD സതീശനെ പോലെ കാപട്യം നിറഞ്ഞ ഭക്തിയോ LDFിനെ പോലെയുള്ള കപട യുക്തിവാദമോ BJPക്കില്ല. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും രാജ്യത്തിന്റെ നട്ടെല്ലായി കണ്ട് അതിന് നെഞ്ചിലേറ്റുന്നവരാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ. ഹിന്ദു സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എല്ലാവർക്കും ഒരുപോലെ വികസനം എത്തിക്കാനും BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുത്തലാഖ് കൊണ്ടുവന്നതൊക്കെ ആരാണ്? കേരളത്തിൽ പതിറ്റാണ്ടുകളായി കോൺഗ്രസും LDFും ചേർന്നുണ്ടാക്കിയെടുത്ത വ്യാജ മതേതര ആഖ്യാനങ്ങൾ ഇന്ന് ജനങ്ങൾക്കിടയിൽ തകരുകയാണ്. തങ്ങളെ കേവലം വോട്ട് മെഷീനുകളായി കാണുന്ന കോൺഗ്രസിനും ആചാരങ്ങളെ അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ഇനി വോട്ട് നൽകിയിട്ട് കാര്യമില്ല എന്ന് ഭൂരിപക്ഷ സമുദായവും ചിന്തിക്കുന്ന പൊതുസമൂഹവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് തൃശ്ശൂർ, തിരുവനന്തപുരത്തെല്ലാം നമ്മൾ കണ്ടത്. ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ഇരുകൂട്ടരും നടത്തുന്ന ഒത്തുകളി രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പിലും
BJPക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതത്തിലെ കുതിച്ചുചാട്ടവും ശക്തമായ ജനപിന്തുണയും വ്യക്തമാക്കുന്നത് തന്നെ ഒന്ന് മാത്രമാണ്: കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. അല്പം ക്ഷമ വേണം, പക്ഷേ റിസൾട്ട് ഉണ്ടാവും. കോൺഗ്രസിന്റെ ദുർഭരണത്തിനും VD സതീശന്റെ അവസരവാദ പ്രീണന രാഷ്ട്രീയത്തിനുമുള്ള ഏക ബദൽ BJPയുടെ ദേശീയ രാഷ്ട്രീയം മാത്രമാണ്. VD സതീശന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പുകളും LDFുമായുള്ള ന്യൂനപക്ഷ പ്രീണന ഒത്തുകളിയും നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആചാരങ്ങളെയും സംസ്കാരത്തെയും ബഹുമാനിക്കാൻ ധൈര്യമില്ലാത്ത, വോട്ട് ബാങ്കുകളെ മാത്രം ഭയന്ന് ഭരണം നടത്തുന്ന ഒരു ജനനേതാവിന് ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? കേരളത്തിന്റെ വികസനത്തിനും ഭൂരിപക്ഷ സമുദായത്തിന്റെ ആത്മാഭിമാന സംരക്ഷണത്തിനും നാടിന്റെ സുരക്ഷയ്ക്കും ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് ദേശീയതയുടേതാണ്, BJPയുടേതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായി മാത്രം എടുക്കരുത്. മറിച്ച് കേരളത്തിലെ ഓരോ പൗരനും ദിവസേന അനുഭവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണിത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും പ്രതിപക്ഷത്തിരിക്കുന്ന LDFും ചേർന്ന് ഇവിടെ നടപ്പിലാക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത വെറും അവസരവാദ രാഷ്ട്രീയമാണ്. ഭൂരിപക്ഷ സമുദായത്തിന് അർഹതപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ തടയുകയും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ക്ഷേത്രമുറ്റങ്ങളിൽ ഫോട്ടോഷൂട്ടിനായി എത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഈ കാപട്യം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആചാരങ്ങളെ ഉപകരണമാക്കുകയും മറുവശത്ത് വോട്ട് ബാങ്ക് ശക്തികൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുകയും ചെയ്യുന്ന കോൺഗ്രസിന് ഇനി എത്ര നാൾ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ സാധിക്കും? അതേസമയം കേന്ദ്രത്തിലാകട്ടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വസനീയമായിട്ടുള്ള കുതിച്ചുചാട്ടം നമ്മൾ കാണുകയാണ്. നമ്മളുടെ മുന്നിൽ അതുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ വോട്ട് ബാങ്കിൻ്റെയോ വേർതിരിവുകളില്ലാതെ ഈ 140 കോടി ജനങ്ങളെയും ഒരുപോലെ കണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന മഹത്തായ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ റേഷൻ ഉറപ്പാക്കിയ ഗരീബ് കല്യാൺ യോജനയാകട്ടെ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയാകട്ടെ, അതോ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും ഭാരതത്തെ ലോകത്തിന്റെ മുൻനിര സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ നയങ്ങളാകട്ടെ, ഇവിടെ ഒന്നും ആരെയും പ്രീണിപ്പിക്കാനോ ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാനോ ശ്രമിച്ചിട്ടില്ല. ആരുടെയും വോട്ട് നമ്മൾ ചോദിക്കുന്നില്ല. ജനങ്ങൾ മാറ്റത്തിന് സ്വന്തം വോട്ട് ചെയ്യുകയാണ്. പകരം അർഹതപ്പെട്ട ഓരോ പൗരനും നീതി ഉറപ്പാക്കുന്നു. അത് മാത്രമാണ് BJP ഭരണകൂടം ചെയ്തത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ വികസനത്തിന്റെയും നീതിയുടെയും വെളിച്ചം കേരളത്തിലെ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നത് തടയാൻ കോൺഗ്രസും LDFും ഒത്തുകളിക്കുകയാണ്. കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാതെ കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം ലേബൽ ഒട്ടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ഭരണകൂടം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ വികസന വിരുദ്ധ സമീപനം വെച്ച് പുലർത്തുന്ന കോൺഗ്രസിന് കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ പുതിയ വ്യവസായങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനോ സാധിക്കുന്നില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരായ യുവതീ-യുവാക്കളെല്ലാം ഉപജീവനത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ദീർഘവീക്ഷണമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെയാണ് BJPയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന മാതൃക അത് കേവലം വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അസമിലും നടപ്പിലാക്കി തെളിയിച്ച യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.